പുള്ളിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ മനസ്സിലാക്കി ഓക്കെ ഫൈൻ പൈസ ഇട്ടുണ്ട്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർക്കറ്റ് എന്ന് മനസ്സിലാക്കി. $1,000 ഇൻവെസ്റ്റ് ചെയ്തു, വിച്ച് അറൌണ്ട് 84,000. അപ്പോൾ ഇത്രയും എന്താ പറയുക, ആ ഇൻവെസ്റ്റ് ചെയ്തവർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, ലോസ് വന്നു. അപ്പോൾ ഈ ലോസിനെ കവറപ്പ് ചെയ്യുന്ന എന്ത് ചെയ്തു, വീണ്ടും ക്യാപിറ്റൽ ആഡ് ചെയ്തു. ഇങ്ങനെ ക്യാപിറ്റൽ ആഡ് ചെയ്ത് $75,000 ഉണ്ടെന്ന് എത്തി. $75 5-10 ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ടും കൂടെയാണ്. ഈ ഫ്രണ്ടിന് അത്യാവശ്യം അറിയാം, ആ ഒരു കോൺഫിഡൻസ് ആണ് പുള്ളി ഇത്രയും ക്യാപിറ്റൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. 75,000 ലോസ് വന്നെത്തി, പോയി പൈസ എന്തായാലും നഷ്ടപ്പെട്ട്, ഇത് തിരിച്ചു പിടിക്കണല്ലോ. അപ്പം ഓൾറെഡി ഫണ്ട് മാനേജ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, UAE ബേസ്ഡ് ആണ്. ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എന്താ പറയുക, ഇന്ന പൈസ കുറേ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവിടെ 5,000 വെച്ചിട്ട് ഇട്ട് അവിടെ ഏകദേശം ഒരു $1 lakh അടുത്ത് അവിടെ നിയർ ബൈ പോയി. പുള്ളി വീണ്ടും ഫണ്ട് റേസ് ചെയ്തിട്ട് പുള്ളിയും പുള്ളിയുടെ വേറൊരു ഫ്രണ്ടും കൂടെ ട്രൈ ചെയ്ത് എൻഡ് ചെയ്തത് ആ ഒരു 2-3 വർഷത്തെ ജേർണിയിൽ പുള്ളി എൻഡ് ചെയ്തത് ഏകദേശം $3 lakh ലോസാണ്, ടോട്ടൽ ലോസാണ്. 3 കോടി നിയർ ബൈ. എടാ അതങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത്രയും ലോസിലോട്ടൊന്നും പുള്ളി പോകില്ലായിരുന്നു. അത് മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ട്. കാസർഗോഡ് നമ്മുടെ ഫ്ലോർ ആക്സസ് ചെയ്യാമെന്ന ഒരു ചേട്ടനുണ്ട്, ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന. ആ ബിസിനസ്സിൽ നിന്ന് പുള്ളി എന്ത് ചെയ്തു, പുള്ളി പൈസ മാറ്റി ഇതിലോട്ടിട്ട് 35 lakhs ആണ് പുള്ളിയുടെ ടോട്ടൽ നഷ്ടം. ബിസിനസ്സും പോയി, ഇവിടുന്ന് നഷ്ടം. ലാസ്റ്റ് ഒരു 3-4 ലക്ഷം രൂപ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ പോയതെല്ലാം തിരിച്ചു പിടിക്കാനായിരുന്നു ഫ്ലോറിലോട്ട് വന്നത്.